ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പുഷ്പ 2 എന്ന മൂവിയാണ്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ജപ്പാനിലെ ഒരു തുറമുഖത്ത് ഷിപ്പിൽ നിന്ന് വന്ന കുറെ കണ്ടെയ്നേഴ്സ് അടുക്കി വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. ക്രെയിൻ ഉപയോഗിച്ച് കണ്ടെയ്നേഴ്സ് മാറ്റുന്നതിനിടയിൽ ഒരെണ്ണം സ്ലിപ്പായി താഴേക്ക് വീഴുന്നു. അതിൽ നിന്ന് ഒരുപാട് രക്തചന്ദ്ര മരങ്ങളായിരുന്നു പുറത്തേക്ക് വീഴുന്നത്. അതുകൊണ്ട് അവിടുത്തെ ആൾക്കാരാകട്ടെ ആ ഏരിയയിലെ മെയിൻ ഡോണിനെ അവിടേക്ക് വിളിക്കുന്നു. അവർ പരിശോധിക്കുമ്പോൾ ആ കണ്ടെയ്നറിനുള്ളിൽ ഒരു മനുഷ്യൻ കൂടി ഉണ്ടായിരുന്നു. 10-40 ദിവസമായിട്ട് ആഹാരവും വെള്ളമൊന്നും ഇല്ലാതെ ഇയാളെങ്ങനെ ഇതിൽ കിടന്നു എന്ന് വിചാരിച്ചിട്ട് അവർ അയാളെ ഒരു ക്രെയിൻ ഉപയോഗിച്ച് മുകളിലേക്ക് ഉയർത്തുന്നു. അത് വേറെ ആരും തന്നെയല്ല, നമ്മുടെ നായകൻ പുഷ്പയാണ്. ഇങ്ങോട്ടേക്ക് കുറെ ലോഡ് പുഷ്പ കൊടുത്തു വിട്ടിട്ട് അതിന്റെ ക്യാഷ് കിട്ടാത്തതിന്റെ പേരിലാണ് അത് അന്വേഷിച്ച് പുഷ്പ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ആ ഡോൺ ആണ് പുഷ്പയ്ക്ക് കാശ് കൊടുക്കാനുള്ളതെന്ന്. അയാളുമായിട്ട് പുഷ്പ വലിയ രീതിയിൽ ഫൈറ്റ് ചെയ്യുകയാണ്. തനിക്ക് മുകളിൽ ഒരാളുണ്ട്, അയാളാണ് നിങ്ങൾക്ക് കാശ് തരേണ്ടതെന്ന്. എന്നാൽ നിന്റെ ബോസിനേക്കാൾ വലിയ ബോസാണ് ഞാനെന്നാണ് പുഷ്പ പറയുന്നത്. ആ സമയത്ത് ആ ചെറിയ ഡോണിന്റെ ബോസ് അവിടേക്ക് വരികയും പുഷ്പയുടെ തോളിലേക്ക് ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. പുഷ്പ നേരെ പോയി കടലിലേക്ക് വീഴുകയാണ്. അവിടെ നിന്നും ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ചെറുപ്പത്തില് അവൻ കളിക്കാൻ പോകുന്ന സമയത്ത് കുട്ടികളാരും അവനെ കൂടെ കൂട്ടാറില്ല. അവൻ കളി കാണാൻ വേണ്ടി മാത്രമാണ് അവിടെ പോയിരിക്കുന്നത്. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കെ ഒരു പന്തടിച്ച് അവർ വെള്ളത്തിലിടുന്നു. ആ പന്തെടുക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടികൾ അവന്റെ അടുത്തേക്കാണ് വരുന്നത്. നിന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ മുല്ലേരി പുഷ്പരാജ് എന്നാണ് അവൻ പറയുന്നത്. അച്ഛന്റെ പേര് ചോദിക്കുമ്പോൾ മുല്ലേരി വേലായുധരാജ്. പക്ഷെ ഇവിടുത്തെ നാട്ടുകാർ നിന്നെ കുറിച്ച് അങ്ങനെയൊന്നും തന്നെയല്ലോ പറയുന്നതെന്ന് ആ കുട്ടികൾ അവനെ പറഞ്ഞ് കളിയാക്കുന്നു. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്റെ വീട്ടുപേര് ഇതാണെന്നും എന്റെ അച്ഛന്റെ പേര് ഇതാണെന്നും. നീ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ പോയി ആ ബോൾ എടുത്തിട്ട് വരാൻ ആ കുട്ടികൾ അവനോട് പറയുന്നു. നീന്തൽ പോലും മര്യാദയ്ക്ക് അറിയാത്ത അവനാകട്ടെ അന്ന് ആ ബോൾ എടുക്കാൻ വെള്ളത്തിലേക്ക് ഇറങ്ങി. ബോളും കൊണ്ട് വരുന്നതിനിടയിൽ അവൻ വെള്ളത്തിലേക്ക് ആഴ്ന്നു പോകുന്നതായിട്ടും കാണിക്കുകയാണ്. ഇത് സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മുടെ പുഷ്പ ഞെട്ടി ഉണരുന്നത്. എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ശ്രീവല്ലിയും എഴുന്നേൽക്കുന്നു. അവരുടെ രണ്ടുപേരുടെയും വിവാഹശേഷമുള്ള ആ ഒരു സ്റ്റോറിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അവിടെ നിന്നും സ്റ്റോറി കാണിക്കുന്നത് പുഷ്പയ്ക്ക് വേണ്ടിയിട്ട് ഈ രക്തചന്ദ്രങ്ങൾ വെട്ടാൻ പോകുന്ന ആൾക്കാരുടെ അടുത്തേക്കാണ്. അതിൽ ശ്രീനു എന്ന് പറയുന്ന ഒരു പയ്യന്റെ കല്യാണം പിറ്റേന്നായിരുന്നു. പുഷ്പയോടുള്ള സ്നേഹം കാരണം പിറ്റേന്ന് കല്യാണമായിട്ട് പോലും അവൻ ഇന്ന് ജോലിക്ക് വന്നിരിക്കുന്നു. അക്കൂട്ടത്തില് വേഷം മാറിയിട്ട് SP ഷിക്കാവത്തും ഉണ്ടായിരുന്നു. മരം മുറിച്ചുകൊണ്ട് ലോഡുമായിട്ട് വരുന്ന വഴിക്ക് ആൾക്കാരെ കൈയോടെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വേഷം മാറി അയാൾ കൂടെ കൂടിയിരിക്കുന്നത്. അതേസമയം പുഷ്പയെ ശ്രീവല്ലിയും അമ്പലത്തിൽ വരുമ്പോഴാകട്ടെ പുഷ്പ തന്റെ അർദ്ധ സഹോദരനെ കാണുന്നുണ്ട്. മോഹൻ ഇപ്പോഴും പുഷ്പയെ തന്റെ സഹോദരനായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. തന്റെ അച്ഛന് മറ്റൊരു സ്ത്രീയിലുണ്ടായ മകനായതുകൊണ്ട് തന്നെ പുഷ്പയെ ഇന്നും അയാൾ വെറുക്കുന്നു. തന്റെ കുടുംബ പേര് ചേർത്ത് പുഷ്പ തന്റെ പേര് പറയുന്നത് പോലും അയാൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അതേസമയം ഇവിടെ ചന്ദനമരങ്ങളെല്ലാം വെട്ടിക്കൊണ്ടുവന്ന് ആൾക്കാർ അത് തൂക്കിയ ശേഷം കൂലി വാങ്ങിക്കുന്നതിനിടയ്ക്ക് ഷിക്കാവത്ത് തന്റെ തനി സ്വരൂപം കാണിക്കുന്നു. ഒരു തോക്കിന്റെ മുൻപിൽ അയാൾ എല്ലാവരെയും പേടിപ്പിച്ചു നിർത്തിയ ശേഷം ഒരു ഫുൾ ബറ്റാലിയൻ പോലീസിനെ അവിടേക്ക് വിളിച്ചു വരുത്തുകയും ആ ലോഡ് ഉൾപ്പെടെ ആൾക്കാരെ എല്ലാം തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. കല്യാണം നടക്കേണ്ട സീനു എന്ന പയ്യനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. സംഭവം അറിഞ്ഞ് പുഷ്പയാകട്ടെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ഇന്നത്തേക്ക് സീനുവിനെയെങ്കിലും വിട്ടുതരണമെന്ന് പറയുന്നു. എന്നാൽ ആ പോലീസുകാർ ആരും തന്നെ കേൾക്കുന്നില്ല. ഷിക്കാവത്ത് സാർ വളരെയധികം സ്ട്രിക്റ്റ് ആണെന്നും അതൊന്നും നടക്കില്ല എന്നുമാണ് പുഷ്പയോട് അവർ പറയുന്നത്. ദേഷ്യം വന്ന പുഷ്പ പറയുന്നുണ്ട് സീനു ഉൾപ്പെടെ എല്ലാവരെയും തന്നെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്ന്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തങ്ങളുടെ ജോലി പോകുമെന്ന് പറഞ്ഞ് ആ പോലീസുകാർ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങിയതോടുകൂടി പുഷ്പ പറയുന്നുണ്ട് നിങ്ങളുടെ ജോലിയാണ് നിങ്ങളുടെ പ്രശ്നമെന്നുണ്ടെങ്കിൽ അത് ഞാൻ സോൾവ് ആക്കി തരാമെന്ന്. എന്നിട്ട് അവർ ഓരോരുത്തർക്കും ഓരോ മാസവും കിട്ടുന്ന ശമ്പളം എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് അവർക്കിനി എത്ര നാൾ സർവീസ് ഉണ്ടെന്നും കാൽക്കുലേറ്റ് ചെയ്ത് ആകെ കിട്ടുന്ന അവരുടെ ശമ്പളത്തിന്റെ മുഴുവൻ തുകയും അവരുടെ PF-ഉം അവർക്ക് കിട്ടുന്ന കൈക്കൂലി എല്ലാം ചേർത്തിട്ട് ഓരോരുത്തർക്കും അവർ സർവീസിൽ ഇരിക്കുന്ന കാലത്തോളം കിട്ടേണ്ട കാശെല്ലാം തന്നെ അന്നത്തെ ഒരു ദിവസം കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്ത് അവരെ കൊണ്ട് എല്ലാം തന്നെ ആ ജോലി റിസൈൻ ചെയ്യിപ്പിക്കുന്നു. അതിനുശേഷമാണ് പുഷ്പ അവിടെ നിന്നും തന്റെ ആൾക്കാരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തിയ ഷിക്കാവത്ത് ഇതെല്ലാം കണ്ട് ആകെ ഷോക്കായി. ഒരു കോൺസ്റ്റബിൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ നടന്ന സംഭവങ്ങളും പറഞ്ഞിട്ട് പുഷ്പ കൊടുത്ത കാശുമായിട്ട് അവിടെ നിന്ന് പോകുന്നു. താൻ ഇത്രയും കഷ്ടപ്പെട്ട് പിടിച്ചതെല്ലാം വേസ്റ്റായി എന്നാലോചിച്ചിട്ട് ഷിക്കാവത്ത് വീണ്ടും ആകെ ദേഷ്യത്തിലായിരുന്നു. എങ്ങനെയും പുഷ്പയോട് പകരം വീട്ടണോ എന്നൊരു ചിന്ത മാത്രമേ അയാളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം ശ്രീവല്ലിയോട് പുഷ്പ പറയുന്നുണ്ട് താൻ CM-നെ കാണാൻ പോവുകയാണെന്ന്. CM നരസിംഹ റെഡ്ഡിയുടെ കൂടെയുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് വരണേന്നും തനിക്ക് ആ ഹാളിൽ വെക്കാനാണെന്നും ശ്രീവല്ലി പറയുന്നു. അതിനെന്താ ഞാൻ എടുത്തിട്ട് വരാമെന്നാണ് പുഷ്പ പറയുന്നത്. പൊളിറ്റീഷ്യൻ കൂടിയായ സിദ്ധപ്പയുടെ കൂടെയായിരുന്നു പുഷ്പ പോയത്. അങ്ങനെ മിനിസ്റ്ററെ കാണാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറി ചെന്ന പുഷ്പയാകട്ടെ അവിടെ ഉണ്ടായിരുന്ന സോഫയിൽ കാലുമേ കാലും കയറ്റിയിരിക്കുന്നു. ഇത് കണ്ടത് സിദ്ധപ്പ പറയുന്നുണ്ട് നമുക്ക് എഴുന്നേറ്റ് തന്നെ നിൽക്കാമെന്ന്. കാരണം ഇരുന്ന് കഴിഞ്ഞാൽ നീ കാലുമേ കാലും കയറ്റി വെച്ചിരിക്കും. അത് ചിലപ്പോൾ മിനിസ്റ്ററിന് ഇഷ്ടമാകണമെന്നില്ല. സിദ്ധപ്പ മിനിസ്റ്ററിന് പുഷ്പയെ പരിചയപ്പെടുത്തുന്നു. നിങ്ങളെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരു രാത്രി കൊണ്ട് ഒരു പോലീസ് സ്റ്റേഷൻ മുഴുവൻ വിലയ്ക്ക് വാങ്ങിയ ആളല്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. മാത്രമല്ല ഈ മിനിസ്റ്ററുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് പുഷ്പ ഒരുപാട് ഫണ്ടും കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ വളരെ നല്ല കാര്യമാണെന്ന് ആ മന്ത്രി പറയുന്നു. പക്ഷേ പുഷ്പ അയാളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറയുമ്പോൾ അയാൾ ഒരു തരത്തിൽ സമ്മതിക്കുന്നില്ല. കാരണം ചന്ദനക്കടത്ത് നടത്തുന്ന ഒരു സ്മഗ്ലറിന്റെ കൂടെ നിന്നെടുത്ത ഫോട്ടോ പുറത്തെങ്ങാനും വന്നു കഴിഞ്ഞാൽ അത് അയാളുടെ രാഷ്ട്രീയ ഭാവിയും അയാളുടെ കസേരയും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല എന്ന് അയാൾ പറയുന്നു. മിനിസ്റ്റർ പറഞ്ഞ ആ ഒരു കാര്യം പുഷ്പയുടെ മനസ്സിൽ വല്ലാതെ കൊള്ളുന്നു. ആ സമയത്ത് അയാൾ റിയാക്ട് ചെയ്തില്ലെങ്കിലും അയാളുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ ഉണ്ടായിരുന്നു. മന്ത്രിയോടൊപ്പമുള്ള തന്റെ ഫോട്ടോ ചുവരിൽ വയ്ക്കണമെന്നുള്ള വാശി പുഷ്പയ്ക്ക് കൂടി. ആ സമയത്ത് സിദ്ധപ്പ വന്ന് പുഷ്പയെ ആശ്വസിപ്പിക്കുന്നു. ആ മന്ത്രി പറഞ്ഞത് വിട്ടേക്ക്, ഞാനെങ്ങാണുമായിരുന്നു മന്ത്രി എന്നുണ്ടെങ്കിൽ നിന്റെ കൂടെ എത്ര ഫോട്ടോ വേണമെങ്കിലും എടുത്തേനെന്ന്. അയാളുടെ ആ ഒരു വാചകം പുഷ്പയുടെ മനസ്സിൽ കൊള്ളുകയും പുഷ്പ അയാളോട് പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പിന്നെ അടുത്ത CM നിങ്ങൾ തന്നെയായിരിക്കുമെന്ന്. എന്നാൽ സിദ്ധപ്പ പറയുന്നത്
പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിളൊന്നുമല്ല, പാർട്ടിക്ക് വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കുന്ന പോലെയല്ല, 100 കോടിക്ക് മേലെ ചെലവാകും അങ്ങനെ CM ആകണമെങ്കിൽ. 100 കോടിയല്ല, ഞാൻ 1000 കോടി തരുമെന്നാണ് സിദ്ധപ്പയോട് പുഷ്പ പറയുന്നത്. പുറത്തേക്കിറങ്ങിയ പുഷ്പയോട് അവിടെ ഉണ്ടായിരുന്ന പ്രസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഫോട്ടോ എടുക്കാനൊക്കെ പോയിട്ട് ഫോട്ടോ എടുത്തു എന്ന്. എന്നാൽ പുഷ്പ അവരോട് പറയുന്നുണ്ട്, CM സാർ നല്ല ബിസിയാണ്, ജൂലൈ 24-ാം തീയതി എന്റെ വീട്ടിൽ വന്ന് ഫോട്ടോ എടുക്കുകയും വിരുന്ന് കഴിക്കുകയും ചെയ്യും. ഈ ഒരു വാർത്ത കണ്ടിട്ട് ശ്രീവള്ളി ഉൾപ്പെടെ എല്ലാവരും ഒരുപാട് സന്തോഷത്തിലായിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഗവൺമെന്റ് പദവിയിലിരിക്കുന്ന വലിയൊരാളുടെ അടുത്ത് സിദ്ധപ്പ വന്നിട്ട് താൻ മന്ത്രിയാകുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. എന്നാൽ അതൊന്നും അത്ര ഈസി അല്ല എന്നും തനിക്കതിന്റെ യോഗ്യതയില്ല എന്നുമാണ് അയാൾ പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് അയാൾക്കൊരു കോള് വരുന്നു. അയാളുടെ സഹോദരനാണ് വിളിച്ചത്. അയാളുടെ സഹോദരനെ കൊണ്ട് ശരിക്കും പുഷ്പ വിളിപ്പിച്ചതായിരുന്നു. അയാളെ ഒന്ന് വിളിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം പുഷ്പ അയാളുടെ സഹോദരന് കൊടുത്തത് 5 കോടി രൂപയാണ്. സിദ്ധപ്പയെ CM ആക്കുവാണെങ്കിൽ ഇതിനേക്കാൾ വലിയ തുകയായിരിക്കും പുഷ്പ അയാൾക്ക് കൊടുക്കാൻ പോകുന്നത്. അത് പറഞ്ഞു തീരും മുമ്പ് അയാളുടെ ഓഫീസിലേക്ക് പുഷ്പയുടെ ആൾക്കാർ ഒരു സോഫ കൊണ്ടുവയ്ക്കുന്നു. അത് വെറും സോഫയായിരുന്നില്ല, അതിനുള്ളിൽ നിറയെ പണമായിരുന്നു. 25 കോടി രൂപയായിരുന്നു അയാൾക്ക് പുഷ്പ കൊടുത്തത്. ഇതുപോലെ എത്ര വേണമെങ്കിലും ഞാൻ കാശ് തരും, പകരം സിദ്ധപ്പയെ ചീഫ് മിനിസ്റ്റർ ആക്കണം. നിങ്ങൾ അതിന് നിന്നില്ലെങ്കിൽ ഇതുപോലെ വേറെ ആൾക്കാർക്ക് ഞാൻ കാശ് കൊടുത്ത് ആ കാര്യം ചെയ്യിക്കും. അങ്ങനെ അവസാനം അയാൾ അതിന് കൂട്ടുനിൽക്കാമെന്ന് സമ്മതിക്കുന്നു. പക്ഷെ അവിടെ നിന്നും ഇറങ്ങിയ സിദ്ധപ്പയാകട്ടെ പുഷ്പയെ വിളിച്ചിട്ട് വഴക്ക് പറയുന്നു. സിൻഡിക്കേറ്റിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് എല്ലാം തന്നെ ഇങ്ങനെ വാരി വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നാണ് പുഷ്പ പറയുന്നത്. എന്നാൽ പുഷ്പയുടെ മനസ്സിൽ വേറെ ഒരുപാട് പ്ലാനിംഗ് ഉണ്ടായിരുന്നു. കാരണം ഇത്രയും കാലവും പുഷ്പ ചരക്കുകൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇടനിലക്കാർ വഴിയായിരുന്നു. ഇനി ആ ഇടനിലക്കാരെ എല്ലാം തന്നെ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് ആയിട്ട് ചരക്കുകൾ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ക്യാഷ് സമ്പാദിക്കാം. അതായിരുന്നു പുഷ്പയുടെ പ്ലാനിങ്. അതിനുവേണ്ടി പുഷ്പയാകട്ടെ മാൽഡൈവ്സിൽ പോയി ഹമീദ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ബയറിനെ കാണുന്നു. എന്നാൽ പുഷ്പ വന്നിരിക്കുന്ന വണ്ടിയും അവന്റെ വേഷവിധാനങ്ങളും എല്ലാം കണ്ടിട്ട് ഇയാളെ പോലെ ഒരാളുടെ കൂടെ താൻ ഡീലിനില്ല എന്നുള്ള രീതിയിലായിരുന്നു ഹമീദിന്റെ സംസാരം. താൻ വിചാരിച്ചു കഴിഞ്ഞാൽ വേറെ ഒരുപാട് അടുത്തുനിന്ന് ഇഷ്ടം പോലെ ടൺ ചരക്കുകൾ കിട്ടും. ഇത് കേട്ട് പുഷ്പ അയാളെ വെല്ലുവിളിക്കുന്നു. ഒരു കാര്യം ചെയ്യ്, ഇന്ത്യയിൽ നിന്ന് വെറും 10 ടൺ ചരക്ക് നിങ്ങളൊന്ന് ഇറക്കി കാണിക്കാൻ പറയുന്നു. അയാൾ അങ്ങനെ പല ആൾക്കാരെയും വിളിക്കുന്നുണ്ട്. അവരെല്ലാവരും പറയുന്നുണ്ട് 1 മിനിറ്റിന് ശേഷം ഞങ്ങൾ തിരിച്ചു വിളിക്കാമെന്ന്. ഈ ഹമീദ് വിളിച്ച ആൾക്കാരെല്ലാം തന്നെ പുഷ്പയെ വിളിച്ചിട്ടാണ് ചരക്കുണ്ടോ എന്ന് ചോദിക്കുന്നത്. അതായത് ഹമീദിന് 10 ടൺ ചരക്ക് കിട്ടണമെങ്കിൽ പോലും പുഷ്പയെടുത്ത് വന്നിട്ടാണ് പോകുന്നത്. അവസാനം പുഷ്പയുടെ വില മനസ്സിലാക്കിയ ഹമീദ് ആകട്ടെ പുഷ്പയുമായിട്ട് ഡീലിന് സമ്മതിക്കുന്നു. ഇടനിലക്കാരും തന്നെ വേണ്ടെന്നുള്ള തീരുമാനത്തിലുമായി. 2000 ടൺ ചരക്ക് തനിക്ക് പുഷ്പയിൽ നിന്നും വേണം, പകരം 5000 കോടി രൂപ തരും. അതായിരുന്നു അവരുടെ ഡീല്. എന്നാൽ തനിക്ക് 4900 കോടി രൂപ മതിയെന്നാണ് പുഷ്പ പറയുന്നത്. ബാക്കിയുള്ള 100 കോടിക്ക് ഹമീദ് വന്ന ആ ഹെലികോപ്റ്റർ വാങ്ങിയിട്ടാണ് പുഷ്പ പോകുന്നത്. അങ്ങനെ ഇനി പുഷ്പയുടെ ലക്ഷ്യം 2000 ടൺ ചരക്ക് ഉണ്ടാക്കുക എന്നായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡീലേഴ്സിന്റെ അടുത്ത് നിന്നും പുഷ്പ ചരക്കുകൾ ആവശ്യപ്പെടുന്നു. എത്രത്തോളം നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റുന്നോ അതെല്ലാം എനിക്ക് തന്നെ തരണമെന്ന് പുഷ്പ പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ ഡീലേഴ്സ് എല്ലാം ചേർന്നിട്ട് പുഷ്പയുടെ വീട്ടിൽ മീറ്റിംഗ് കൂടുന്നതാണ്. ഇതിൽ പിച്ച റെഡി എന്ന് പറയുന്ന ഒരാൾ പറയുന്നുണ്ട്, എന്തൊക്കെ വന്നാലും ശരി ഞാൻ മാക്സിമം ലോഡ് തരാമെന്ന്. എന്നാൽ ബാക്കി എല്ലാവരും ഇത് കേട്ട് ഞെട്ടി. കാരണം ഇയാൾ ലോഡ് കടത്തണമെങ്കിൽ അത് മംഗളസീനുവിന്റെ അനുവാദമില്ലാതെ നടക്കില്ല. ഒരുപാട് ചെക്ക് പോസ്റ്റുകൾ കടന്നിട്ട് വേണം ഈ ലോഡ് ഇവിടെ എത്താൻ. മംഗളസീനു തറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പയോടുള്ള ദേഷ്യം കാരണം ആ ലോഡ് ഒറ്റിക്കൊടുക്കാൻ സാധ്യതയുണ്ട്. ഷിക്കാവത്തും എങ്ങനെയെങ്കിലും പുഷ്പക്കിട്ട് പണി കൊടുക്കാൻ കാത്തിരിക്കുകയാണ്. പക്ഷെ പിച്ച റെഡ്ഡിയുടെ ആത്മവിശ്വാസം കണ്ടിട്ട് പുഷ്പ അയാളുടെ കൂടെ നിൽക്കാൻ തീരുമാനിക്കുന്നു. ചരക്കുകൾ മാക്സിമം ഇറക്കാനാണ് അയാൾ ആവശ്യപ്പെടുന്നത്. ഇതിനിടയ്ക്ക് ശ്രീവല്ലി വന്നിട്ട് താൻ മട്ടൻ കുഴമ്പ് വെച്ചു, ഉപ്പ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഉപ്പ് കൂടിപ്പോയെന്ന് പറഞ്ഞിട്ട് പുഷ്പ അവളെ വഴക്ക് പറയുന്നു. അവളെ ദേഷ്യത്തിൽ പോയിട്ട് ആ കറിയെല്ലാം തന്നെ എടുത്ത് കളയുകയാണ്. പിന്നീട് പുഷ്പ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്ത് പോയി സംസാരിക്കുകയും താൻ ജീവിതത്തിൽ ആരുടെയെങ്കിലും മുൻപിൽ താഴ്ന്നെങ്കിൽ അത് നിന്റെ അടുത്ത് മാത്രമാണെന്ന് പറയുകയും ചെയ്യുന്നു. പിന്നെ അവരുടെ റൊമാൻസും ഒരു സോങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് കഥ കാണിക്കുന്നത് ഷിക്കാവത്തിന്റെ അടുത്താണ്. മംഗളം ശ്രീനുവിന്റെ വൈഫ് ദാക്ഷായണി, നീ ഇങ്ങനെ നാണം കെട്ട് നടന്നോ? ആ പുഷ്പ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നിനക്കറിയാമോ? അവൻ എന്റെ ഹസ്ബൻഡിനെ നാണം കെടുത്തി എന്റെ അനിയനെയും കൊന്നിട്ട് എല്ലാ മരങ്ങളും വെട്ടി ടൺ കണക്കിന് ചരക്ക് ചൈനയിലേക്ക് കടത്തിവിടാൻ ശ്രമിക്കുകയാണ്. കാടും പുഴയും വഴിയെല്ലാം തന്നെ മരങ്ങൾ കടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും താൻ അറിയുന്നില്ലെന്ന് ചോദിക്കുന്നു. വെറും കൂലിക്കാരനായി വന്നവനാണ് ഇപ്പോൾ സിൻഡിക്കേറ്റിന്റെ തലപ്പത്തിരിക്കുന്നത്. പുഷ്പയെ എങ്ങനെയെങ്കിലും തകർക്കണമെന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. വലിയ കൂലി കൊടുത്തിട്ടാണ് ആൾക്കാരെല്ലാം തന്നെ മരം വെട്ടാൻ വേണ്ടി പുഷ്പ കൊണ്ടുപോകുന്നത്. അവരുടെ എല്ലാം കണ്ണ് കെട്ടി കാട്ടിൽ കൊണ്ടിറക്കും. അതുകൊണ്ട് എവിടെ നിന്നാ ഈ മരം വെട്ടുന്നതെന്നോ ഇതുവഴിയെ കൊണ്ടുപോകുന്നതെന്നൊന്നും തന്നെ ഇവർക്കാർക്കും അറിയില്ല. ഇനി ആകെ ഒരു വഴിയുള്ളൂ. പുഷ്പയ്ക്ക് ലോഡ് കൊടുക്കുന്ന പിച്ച റെഡ്ഡി എന്ന് പറയുന്ന ഒരാളെ എനിക്കറിയാം. അവൻ പോകുന്ന വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. കൈയോടെ അവനെ പിടികൂടുക. അങ്ങനെ ദാക്ഷായണി പറഞ്ഞ പ്രകാരം ഷിക്കാവത്ത് ആ വഴി കാത്തിരിക്കുന്നു. പിച്ച റെഡ്ഡി ലോഡും കൊണ്ട് വന്നതും അയാളുടെ ലോഡ് കൈയോടെ പിടിച്ച് അതെല്ലാം തന്നെ തീരിച്ച് കളയുകയാണ്. എന്നിട്ട് അയാളെ നല്ലപോലെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ പുഷ്പ തന്റെ പിന്നിൽ ഉണ്ടായത് കാരണം അയാൾക്ക് ഒരു പേടിയും തോന്നുന്നില്ല. ഇത് കണ്ട് ദേഷ്യം വന്ന ഷിക്കാവത്താകട്ടെ അയാളെ ആ പാലത്തിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട് കൊല്ലുന്നു. ഈ സംഭവം സിൻഡിക്കേറ്റിലെ എല്ലാവരും തന്നെ അറിഞ്ഞു. പിച്ച റെഡ്ഡിയുടെ മരണത്തോടുകൂടി സിദ്ധപ്പയെടുത്ത് എല്ലാവരും പറയുന്നുണ്ട്, സിൻഡിക്കേറ്റിന്റെ മെമ്പറായിട്ട് മംഗളശ്രീനു ഇരുന്ന സമയത്ത് ഇതിൽ ഒരു മെമ്പറിനെ പോലും ആരും തൊട്ടിട്ടുമില്ല, ആരുടെയും ജീവൻ പോയിട്ടുമില്ല. പക്ഷെ പുഷ്പ തലപ്പത്തിരിക്കെ ഇങ്ങനെ ഒരാൾ മരിച്ചിരിക്കുന്നു. സിദ്ധപ്പയായിരുന്നു പുഷ്പയെ പിടിച്ച സിൻഡിക്കേറ്റിന്റെ തലവനാക്കിയത്. അതുകൊണ്ട് എല്ലാവരും അയാളോടാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയത്. ഈ പ്രശ്നങ്ങൾ സോൾവ് ആകണമെങ്കിൽ പുഷ്പയും ഷിക്കാവത്തും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആദ്യം സോൾവ് ആക്കാനാണ് അവരെല്ലാവരും തന്നെ സിദ്ധപ്പയോട് പറയുന്നത്. അല്ലെങ്കിൽ പഴയതുപോലെ മംഗള ശ്രീനുവിനെ തന്നെ ആ തലപ്പത്തിരുത്തണം. അങ്ങനെ സിദ്ധപ്പ ഷിക്കാവത്തിനെ കാണാൻ വരുന്നുണ്ട്. പുഷ്പയുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കണമെന്നാണ് പറയുന്നത്. ഷിക്കാവത്തുമായിട്ട് പുഷ്പ
പ്രശ്നമുണ്ടാക്കിയ സമയത്ത് ഷിക്കാവത്തിന്റെ തുണിയുരിഞ്ഞ പുഷ്പ നിർത്തിയതായിരുന്നു അയാൾക്ക് പുഷ്പയോട് ഇത്രയധികം ദേഷ്യം തോന്നാൻ കാരണം. എന്നാൽ സിദ്ധപ്പ പറയുന്നുണ്ട് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ലല്ലോ, ആ മലമുകളിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കേട്ട് ദേഷ്യം വന്ന ഷിക്കാവത്ത് പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യ്, ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ, സാറിന് ഡ്രസ്സ് അഴിക്കാൻ. പ്രശ്നം സോൾവ് ആക്കാൻ എത്ര കാശ് കൊടുക്കാന്ന് പറഞ്ഞിട്ടും ഷിക്കാവത്ത് കേട്ടില്ല. സാറിനോട് ഡ്രസ്സ് അഴിക്കാൻ പറഞ്ഞപ്പോ സാറിന് പറ്റുന്നില്ല. അപ്പൊ പിന്നെ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാനാണ് ഷിക്കാവത്ത് പറയുന്നത്. ഷിക്കാവത്ത് ഒരു രീതിയിലും താഴ്ന്നില്ല എന്ന് കണ്ട സിദ്ധപ്പയാകട്ടെ രണ്ടും കൽപ്പിച്ച് ആ കഥ കടച്ച ശേഷം അയാളുടെ മുൻപിൽ ഡ്രസ്സെല്ലാം അഴിച്ചിട്ട് നിൽക്കുന്നു. ഷിക്കാവത്ത് ആവശ്യപ്പെട്ട പോലെ ആ വെല്ലുവിളി അയാൾ സ്വീകരിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർക്കാനാണ് സിദ്ധപ്പ ഷിക്കാവത്തിനോട് ആവശ്യപ്പെടുന്നത്. പുഷ്പ ഒരു സോറി പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണ് ഷിക്കാവത്ത് പറയുന്നത്. എന്നാൽ പുഷ്പയെ കൊണ്ട് താൻ സോറി പറയിപ്പിക്കാമെന്ന് സിദ്ധപ്പയും വാക്കുകൊടുക്കുന്നു. അങ്ങനെ സിദ്ധപ്പ ആളെ വിട്ട് പുഷ്പയോട് ഈ കാര്യം പറയുന്നുണ്ട്. ഒരു പാർട്ടിയിലേക്ക് അയാൾ ഷിക്കാവത്തിനെയും കൊണ്ടുവരുന്നു. സിദ്ധപ്പ എന്ത് പറയുന്നെങ്കിലും അത് പുഷ്പയുടെ നന്മയ്ക്കാണെന്ന് ശ്രീവല്ലി ഉൾപ്പെടെ എല്ലാവരും പറയുന്നു. അങ്ങനെ എല്ലാ സൈഡിൽ നിന്നും ആൾക്കാരിങ്ങനെ നിർബന്ധിക്കാൻ തുടങ്ങിയതോടുകൂടി പുഷ്പ രണ്ടും കൽപ്പിച്ച് സോറി പറയാമെന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്തേക്ക് ചെല്ലുന്നു. ആ ഒരു വിഷമം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ പുഷ്പ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. പുഷ്പയുടെ വായിൽ നിന്ന് സോറി കേൾക്കാൻ എല്ലാവരും തടിച്ചുകൂടി. ഒരുപാട് നേരത്തെ ശ്രമത്തിനൊടുവിലാണ് പുഷ്പ ഷിക്കാവത്തിനോട് സോറി പറയുന്നത്. ഷിക്കാവത്താകട്ടെ അത് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത് വീണ്ടും വീണ്ടും പ്ലേ ചെയ്ത് കേൾക്കുന്നു. അവിടെ നിന്ന് എല്ലാവരും ഞെട്ടി. ആരും തന്നെ വിചാരിച്ചില്ല പുഷ്പ സോറി പറയുമെന്ന്. പുഷ്പ സോറി പറഞ്ഞില്ലെങ്കിൽ സിൻഡിക്കേറ്റ് തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു മംഗളം ശ്രീനു. അവിടെ നിന്നും തിരിച്ചു പോകാൻ നേരത്ത് പുഷ്പ തന്റെ കൂടെ ഉണ്ടായിരുന്ന ആളോടും ശ്രീവല്ലിയോടും ഒക്കെ ചോദിക്കുന്നുണ്ട് താൻ ചെയ്തത് ശരിയായോ എന്ന്. എന്നാൽ സിൻഡിക്കേറ്റിന് വേണ്ടിയിട്ട് അതാണ് ശരിയെന്നാണ് എല്ലാവരും പറയുന്നത്. വണ്ടി ഓടിക്കുന്ന ആള് പോലും പുഷ്പയോട് പറയുന്നുണ്ട് സോറി പറയുമെന്ന് താൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന്. മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് താൻ ഷിക്കാവത്തിന്റെ മുന്നിൽ മുട്ടുമടക്കിയെന്ന് പുഷ്പയ്ക്കും തോന്നാൻ തുടങ്ങി. അയാൾ ആ നിമിഷം തന്നെ വണ്ടി എടുത്ത് തിരിച്ചുപോയി. പാർട്ടിയിൽ നിന്നും പോകാനിറങ്ങി ഷിക്കാവത്തിന്റെ വണ്ടിയിലേക്ക് പോയി പുഷ്പ ഇടിക്കുകയും അയാൾ നേരെ പോയി സ്വിമ്മിംഗ് പൂളിൽ വീഴുകയും ചെയ്യുന്നുണ്ട്. ഷിക്കാവത്ത് വീണ് കിടന്ന സ്വിമ്മിംഗ് പൂളിലേക്ക് പുഷ്പ യൂറിനേറ്റ് ചെയ്യുകയും കൂടി ചെയ്തതോടുകൂടി പ്രശ്നങ്ങൾ ആകെ വഷളായി. ദേഷ്യം വന്ന ഷിക്കാവത്ത് പുഷ്പയെ കൊല്ലാൻ തോക്കെടുത്തെങ്കിലും അയാൾ പുഷ്പയെ കൊല്ലുന്നില്ല. പകരം നീ കടത്താൻ ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്ന 2000 കോടി ടൺ ചരക്ക് താൻ കൈയോടെ പിടിച്ചെടുക്കുമെന്നും പിന്നെ പഴയ കൂലിക്കാരനാക്കുമെന്നുമാണ് വെല്ലുവിളിക്കുന്നത്. ഷിക്കാവത്തിന്റെ വെല്ലുവിളി പുഷ്പ സ്വീകരിക്കുന്നു. അയാളുടെ കണ്ണ് വെട്ടിച്ച് ആ ചരക്കുകൾ കടത്തുമെന്ന് തന്നെയാണ് പുഷ്പ പറയുന്നത്. അങ്ങനെ പിറ്റേന്ന് മുതൽ എല്ലാ റോഡുകളിലും തന്നെ ചെക്കിങ്ങിന് ആൾക്കാരെ നിർത്തിയിട്ട് പുഷ്പയുടെ ചരക്ക് പിടിക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഷിക്കാവത്ത്. പക്ഷെ ഒരു റോഡിലൂടെയും ചരക്കുകൾ പോകുന്നില്ല. എന്താ സംഭവിക്കുന്നതെന്ന് ഷിക്കാവത്തിന് മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് അയാൾ ശ്രദ്ധിക്കുന്നത് അയാൾ നിൽക്കുന്ന പാലത്തിന്റെ താഴെ നദിയിൽ വെള്ളം ഒന്നും തന്നെയില്ല. വേനൽക്കാലമായതുകൊണ്ട് തന്നെ വെള്ളം വറ്റിയിരിക്കുകയാണ്. അതോടുകൂടി പുഷ്പയുടെ പ്ലാൻ അയാൾക്ക് മനസ്സിലാകുന്നു. ചരക്കുകളെല്ലാം തന്നെ ഈ നദിയിലൂടെയാണ് വരുന്നത്. അങ്ങനെ ചരക്കുകളും കൊണ്ടുപോകുന്ന ലോറിയെ ഫോളോ ചെയ്ത് അയാളും നദിയിലേക്ക് തന്നെ ഇറങ്ങുന്നു. പക്ഷേ കറക്റ്റ് സമയത്ത് പുഷ്പയാകട്ടെ മറ്റൊരാളെ വിളിച്ചു പറയുന്നുണ്ട് ഡാമിന്റെ ഷട്ടറുകൾ ഓപ്പൺ ആക്കാൻ. ഷട്ടറുകൾ ഓപ്പൺ ആക്കിയതോടുകൂടി വെള്ളം നദിയിലേക്ക് വരികയും ഷിക്കാവത്തിന്റെ വണ്ടി അവിടെ ബ്ലോക്ക് ആകുകയും ചെയ്യുന്നു. വലിയ ലോറികളെല്ലാം തന്നെ ആ നദി കടന്നുപോയി. എന്ത് ചെയ്യണമെന്നറിയാതെ ഷിക്കാവത്ത് നിൽക്കുമ്പോഴാണ് അതുവഴി കടന്നു പോകുന്ന കുറച്ച് കാളവണ്ടികൾ ഷിക്കാവത്ത് കാണുന്നത്. ലോറികളെല്ലാം തന്നെ നദിയിൽ നിന്നും കരയിലേക്ക് കയറുന്ന ആ ഒരു ഏരിയയിൽ കൊണ്ടുപോയി ആ കാളവണ്ടികളെല്ലാം തന്നെ ഷിക്കാവത്ത് നിർത്തുന്നു. എന്നിട്ട് റോഡ് മുഴുവൻ ബ്ലോക്ക് ആക്കിയിരിക്കുകയാണ്. ഓടിവരുന്ന ലോറികളിലേക്കെല്ലാം തന്നെ അയാൾ ഷൂട്ട് ചെയ്യാൻ ആരംഭിച്ചു. സംഭവം പുഷ്പ അറിഞ്ഞപ്പോൾ എല്ലാവരോടും പുഷ്പ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ വണ്ടി വിട്ടിട്ട് അതിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ. അങ്ങനെ ആൾക്കാരെല്ലാം തന്നെ രക്ഷപ്പെട്ടു. ആ വണ്ടിയും ലോഡും എല്ലാം തന്നെ അവിടെ തന്നെ വീണു. ഷിക്കാവത്ത് ഈ ചരക്കുകളെല്ലാം പിടികൂടി ഒരു ഗോഡൌണിൽ വെക്കുന്നുണ്ട്. പുഷ്പയുടെ ചരക്കുകൾ പിടികൂടിയതിന്റെ സന്തോഷത്തിലായിരുന്നു അയാൾ. എല്ലാവരും വിളിച്ചൊരു പ്രസ് മീറ്റും കൂടെ ഷിക്കാവത്ത് കൊടുക്കുന്നു. ഇത്രയും ടൺ ചരക്ക് താൻ പിടികൂടിയെന്ന് പറഞ്ഞിട്ട്. ആ ചരക്കുകൾ കാണാൻ വേണ്ടിയിട്ട് മംഗളശ്രീനുവും ദാക്ഷിയും വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് അതൊന്നും തന്നെ ചന്ദനമരങ്ങളല്ല എന്ന്. പുറമെ ചന്ദനമരത്തെ പോലെ തോന്നുന്ന സാന്ദ്ര എന്ന് പറയുന്ന ഒരു മരമായിരുന്നു അത്. അതിന് മാർക്കറ്റിൽ ഒട്ടും തന്നെ വാല്യൂ ഇല്ല. ടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഷിക്കാവത്ത് ആകെ തകർന്നു. കാരണം അയാൾ പ്രസ് മീറ്റിലും വിളിച്ചു പറഞ്ഞിരിക്കുന്നു, മുകളിൽ അധികാരികളെയും വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഇനി അവർ ഇൻസ്പെക്ഷന് വരുമ്പോൾ ഇതൊന്നും തന്നെ ചന്ദനമരങ്ങളല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്റെ ജോലി പോകും. അങ്ങനെ ആകെ പെട്ടു നിൽക്കുമ്പോഴാണ് പുഷ്പയും സംഘവും അവിടേക്ക് വരുന്നത്. കൂടെ ആ കാളവണ്ടികളും ഉണ്ടായിരുന്നു. ആ ഒരു സീനിലാണ് ആ സത്യം എല്ലാവരും മനസ്സിലാക്കുന്നത്. പുഷ്പ ചന്ദനമരങ്ങൾ കറക്റ്റ് ആയിട്ട് കടത്തിയിരുന്നു. അതെല്ലാം തന്നെ ആ കാളവണ്ടിയുടെ രൂപത്തിലാണെന്ന് മാത്രം. ആ കാളവണ്ടി നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ചന്ദനമരങ്ങൾ കൊണ്ടാണ്. അങ്ങനെ ഇത്തവണയും പുഷ്പയോട് ഷിക്കാവത്ത് തോറ്റിരിക്കുന്നു. അതിനുശേഷം പുഷ്പയാകട്ടെ അമ്പലത്തിലെ ചടങ്ങുകൾക്ക് വേണ്ടി വന്നിരിക്കുകയായിരുന്നു. പുഷ്പയുടെ അർദ്ധ സഹോദരനായ മോഹന്റെ മകൾ കാവേരിയാകട്ടെ പുഷ്പയെ കണ്ടതും ചെറിയച്ചാന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുന്നു. എന്നാൽ പുഷ്പ അതൊന്നും തന്നെ മൈൻഡാക്കുന്നില്ല. ആ ചടങ്ങുകൾക്കിടെ ശ്രീവല്ലിയാകട്ടെ തലകറങ്ങി വീഴുന്നു. അവിടെ നിന്നിരുന്ന എല്ലാവർക്കും അതൊരു സന്തോഷ വാർത്തയായിരുന്നു. അവൾ പ്രഗ്നന്റ് ആണ്. എന്നാൽ ഈ സന്തോഷ വാർത്ത അറിഞ്ഞ പുഷ്പയാകട്ടെ നേരെ പോകുന്നത് സ്ത്രീകളുടെ വേഷം കെട്ടി അവിടെ നൃത്തം ചെയ്യാനായിരുന്നു. ആ അമ്പലത്തിലെ ഒരു ചടങ്ങായിരുന്നു. എന്തെങ്കിലും ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി നൃത്തം ചെയ്യും. ഇത് കണ്ട് ആകെ ഷോക്കായ ശ്രീവല്ലി പുഷ്പയോട് ചോദിക്കുന്നുണ്ട് എല്ലാവരും എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ നിന്റെ അടുത്തേക്കാ വരുന്നത്. നിനക്ക് എന്ത് ആഗ്രഹമാണുള്ളതെന്ന്. തനിക്കൊരു പെൺകുഞ്ഞിനെ മതിയെന്നാണ് പുഷ്പ പറയുന്നത്. അതിന്റെ പിന്നിലൊരു കാരണമുണ്ടായിരുന്നു. ആൺകുഞ്ഞാണെങ്കിൽ അവന് കൊടുക്കാൻ എന്റെ കയ്യിലൊരു കുടുംബപ്പേരില്ല. പെൺകുഞ്ഞാണെങ്കിൽ അവൾ വിവാഹം കഴിച്ചു ചെല്ലുന്നിടത്ത് നിന്ന് അവൾക്കൊരു കുടുംബപ്പേര് കിട്ടും. എന്നാൽ വിഷമിച്ചിരിക്കുന്ന പുഷ്പയെ ആശ്വസിപ്പിക്കുകയാണ് ശ്രീവല്ലി. അങ്ങനെ ഒരു സോങ് കൂടി കടന്നു പോകുന്നു. അതിനിടയ്ക്ക് സ്ത്രീവേഷം ധരിച്ചു വന്ന കുറച്ച് യുവാക്കളാകട്ടെ പുഷ്പയുടെ സഹോദരന്റെ മകൾ കാവേരിയെ ശല്യം ചെയ്യുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന പുഷ്പയാകട്ടെ അവരെ എല്ലാം തന്നെ
അടിച്ചിടുന്നു. ബഗ്ഗാറെഡ്ഡി എന്നായിരുന്നു ആ വില്ലന്റെ പേര്. എന്നാൽ ഇത് കണ്ടിട്ട് മോഹൻ പുഷ്പയോട് പറയുന്നുണ്ട്, നീ ഇതൊക്കെ കാണിക്കുന്നത് എന്റെ കുടുംബ പേര് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതങ്ങ് മറന്നേക്കാൻ. തന്നെ ഉപദ്രവിക്കാൻ വന്നപ്പോഴാണ് ചെറിയച്ഛൻ ഇടപെട്ടതെന്ന് കാവേരി പറഞ്ഞപ്പോൾ അയാൾ ദേഷ്യത്തിൽ കാവേരിയുടെ മുഖത്തടിക്കുകയാണ്. ഇവൻ എന്റെ ചെറിയച്ഛൻ ഒന്നും തന്നെയല്ലെന്ന് അയാൾ പറയുന്നു. ഇത് കേട്ട് ദേഷ്യമെന്ന ശ്രീവല്ലി പറയുന്നുണ്ട്, ഇത് പുഷ്പയുടെ നാടകം ഒന്നും തന്നെയല്ലെന്ന്. നിങ്ങളുടെ മകൾക്ക് സംഭവിച്ച പോലെ ആർക്ക് സംഭവിച്ചാലും പുഷ്പ അതിൽ ഇടപെടും. ഇവിടെയുള്ള എല്ലാവരും തന്നെ പുഷ്പയുടെ ആൾക്കാരാണ്. നിങ്ങളെ പോലും ആൾക്കാർ പുഷ്പയുടെ ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബ പേരൊന്നും തന്നെ പുഷ്പയ്ക്ക് ആവശ്യമില്ല. പുഷ്പയുടെ കുടുംബം ഈ നിൽക്കുന്ന എല്ലാവരും തന്നെയാണ്. കാവേരിയെ ആക്രമിച്ച ആ ബക്കാറെഡ്ഡി ആൾക്കാരെയും പാതി തല മുണ്ടനം ചെയ്തിട്ട് പുള്ളി കുത്തി കഴുതപ്പുറത്ത് കയറ്റിയിരുത്തി അവിടെ നിന്നും പറഞ്ഞുവിടുന്നു. ഇവിടെ ഷിക്കാവത്താകട്ടെ ഇൻസ്പെക്ഷൻ കമ്മിറ്റിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് മംഗളശ്രീനുവിന്റെ കയ്യിൽ നിന്നും യഥാർത്ഥ രക്തചന്ദനം 1 ടൺ വാങ്ങിക്കുന്നു. എന്നിട്ട് ഇൻസ്പെക്ഷൻ കമ്മിറ്റി വരുമ്പോൾ ആ ചന്ദനമാണ് അയാൾ അവരെ കാണിക്കുന്നത്. ആ ചന്ദനം പരിശോധിച്ചു നോക്കുന്ന കമ്മിറ്റിയാകട്ടെ അവിടെ ഇരിക്കുന്ന എല്ലാം തന്നെ രക്തചന്ദനമാണെന്ന് പ്രസിനോട് പറയുന്നു. ഈ സംഭവം ന്യൂസ് ചാനലെല്ലാം കാണിക്കാൻ തുടങ്ങിയതോടുകൂടി മന്ത്രി ഉൾപ്പെടെ എല്ലാവരും ആകെ ടെൻഷനിലായി. സിദ്ധപ്പയെ വിളിച്ചിട്ട് എന്തായി നടക്കുന്നതെന്ന് ചോദിക്കുന്നു. പിടിച്ചെടുത്ത രക്തചന്ദനം എല്ലാം തന്നെ ലേലത്തിൽ വിറ്റഴിച്ചിട്ട് അത് സർക്കാർ ഖജനാവിലേക്ക് കൊടുക്കുമെന്നാണ് ഈ പോലീസുകാരെല്ലാം പറയുന്നത് തന്നെ. സിൻഡിക്കേറ്റിലെ എല്ലാ മെമ്പേഴ്സും ആകെ ടെൻഷനായിട്ട് ഒരു മീറ്റിംഗ് കൂടുന്നു. പുഷ്പയോട് അവരെല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എന്നാൽ പുഷ്പ പറയുന്നുണ്ട് ഷിക്കാവത്ത് ഇത് വെറുതെ കള്ളം പറയുന്നതാണെന്നും ആ പിടിച്ചെടുത്ത ലോഡ് സാന്ദ്രയാണെന്നും യഥാർത്ഥ രക്തചന്ദനം താനൊരിടത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ കൂടെയുള്ള ആരും തന്നെ അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. തങ്ങൾ ഇത്രയും റിസ്ക് എടുത്ത് കടത്തിക്കൊണ്ട് വന്നത് സാന്ദ്രയാണെന്നും യഥാർത്ഥ രക്തചന്ദനം വേറൊരിടത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നും പറയുന്നതൊന്നും തന്നെ അവരുടെ വിശ്വാസത്തിൽ വരുന്ന കാര്യങ്ങളല്ലായിരുന്നു. എന്നാൽ ആ സ്ഥലം എവിടെയാണെന്ന് പറയാൻ പുഷ്പയോട് എല്ലാവരും ആവശ്യപ്പെടുന്നു. തന്നെ വിശ്വസിക്കണമെന്ന് പുഷ്പ പറയുന്നുണ്ട്. തന്റെ വായിൽ നിന്ന് അത് പുറത്തുപോയി കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും ഷിക്കാവത്തിന്റെ അടുത്തെത്തും. അയാളുടെ ആവശ്യം അതുതന്നെയാണ്. എന്നാൽ സിദ്ധപ്പ ഉൾപ്പെടെ എല്ലാവർക്കും പുഷ്പ പറയുന്ന കാര്യങ്ങളിൽ ഡൗട്ട് തോന്നാൻ തുടങ്ങിയിരുന്നു. നിങ്ങൾക്ക് ആർക്കും എന്നെ വിശ്വാസമില്ലെങ്കിൽ ഈ കൂട്ടത്തിലിരിക്കുന്ന ജഗന്നാഥ അണ്ണനോട് മാത്രം ഞാൻ ആ കാര്യം പറയാമെന്ന്. അയാളെ മാത്രം പോയി അത് ഉറപ്പുവരുത്തിയിട്ട് വരട്ടെ. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പുഷ്പ പറയുന്ന കാര്യത്തിൽ കുറച്ചൊക്കെ വിശ്വാസം വരാൻ തുടങ്ങി. അതേസമയം ഷിക്കാവത്തും മംഗളശ്രീനുവും സിഎമ്മിനെ കണ്ട് സംസാരിക്കുന്നു. പുഷ്പ സിദ്ധപ്പേനെ സിഎം ആക്കാനുള്ള പ്ലാൻ ആണെന്ന് കൂടി പറഞ്ഞതോടുകൂടി അയാളും ഇവരുടെ കൂടെ നിൽക്കുന്നു. എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ചരക്ക് കണ്ടുപിടിക്കണമെന്നാണ് അയാൾ പറയുന്നത്. പുഷ്പയുടെ കൂടെയുള്ള ജഗന്നാഥനെ അയാൾ അറിയാതെ ഇവർ ഫോളോ ചെയ്തിട്ട് ചരക്ക് രാമേശ്വരത്താ ഉള്ളതെന്ന് ഇവർ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനി പോയി പിടിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. ചരക്ക് അവിടെ നിന്നും കടൽ മാർഗം ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു അവരുടെ പ്ലാനിങ്. കറക്റ്റ് സമയത്ത് ഷിക്കാവത്തും സംഘവും അവിടെ വന്ന് റെയ്ഡ് നടത്തിയെങ്കിലും ബോട്ടിൽ നിന്നൊന്നും തന്നെ മരങ്ങൾ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ കൊണ്ടുപോകുന്നതെന്ന് അയാൾ ആലോചിക്കുകയായിരുന്നു. കുറച്ചുനേരം ആലോചിച്ചിട്ട് അയാൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി നോക്കുന്നു. ആ ബോട്ടുകൾക്ക് എല്ലാം തന്നെ അടിയിൽ ചരക്കുകൾ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ആ നിമിഷം തന്നെ ആ ബോട്ടുകൾ അവിടെ നിന്നും പുറപ്പെടുകയും ചെയ്തു. കാവത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്പീഡ് ബോട്ട് എടുത്തുകൊണ്ട് ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പിറകെ പോയി. എന്നാൽ കുറച്ചു ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ബോട്ടുകൾ കടൽ മാർഗം ശ്രീലങ്കൻ അതിർത്തി കടന്നിരുന്നു. ഷിക്കാവത്തിന്റെ ബോട്ടിന് ആ അതിർത്തി കടക്കാനുള്ള അനുവാദമില്ല. ഫിഷർ ബോട്ടുകൾക്ക് മാത്രമേ ഇന്റർനാഷണൽ ലൈൻ ക്രോസ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. അതോടുകൂടി ഷിക്കാവത്തിന്റെ ആ പ്ലാനും പൊളിയുന്നു. ചരക്ക് പിടിക്കാൻ പറ്റുന്നതിന്റെ ദേഷ്യത്തിൽ ഷിക്കാവത്ത് ഇരിക്കുമ്പോഴാണ് അറിയുന്നത് ജഗന്നാഥനും ഹമീദും സഞ്ചരിച്ചിരുന്ന ആ വണ്ടി ആക്സിഡന്റ് ആയി എന്ന്. മാൽഡീവ്സിൽ വെച്ച് പുഷ്പ ഡീലുറപ്പിച്ച അതേ ഇന്റർനാഷണൽ ബ്രോക്കർ ആയിരുന്നല്ലോ ഈ ഹമീദ്. അതുകൊണ്ട് തന്നെ അയാളെ ചോദ്യം ചെയ്യാൻ ഷിക്കാവത്ത് തീരുമാനിക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന ജഗന്നാഥനാകട്ടെ ആ ആക്സിഡന്റിൽ തന്നെ മരിച്ചുപോയിരുന്നു. ഹമീദിൽ നിന്നും ഷിക്കാവത്ത് അറിയുന്നുണ്ട് ഈ ലോഡുകൾ ജപ്പാനിലേക്കാണ് പോകുന്നതെന്ന്. അവിടെ ഈ ലോഡ് വാങ്ങിക്കുന്ന ഹിറോഷി എന്ന് പറയുന്ന ആളാകട്ടെ ഒരു നോട്ടിന്റെ പാതി ഭാഗം പുഷ്പയ്ക്ക് വേണ്ടി അയച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ ലോഡ് വാങ്ങിക്കാൻ നിൽക്കുന്നവരുടെ കയ്യിലും ആ നോട്ടിന്റെ പാതിയുണ്ട്. ആ ബ്രോക്കറിന്റെ കയ്യിൽ പുഷ്പ ഈ നോട്ട് എത്തിച്ചെങ്കിൽ മാത്രമേ ലോഡ് കൊടുത്തതിന്റെ കാശ് കിട്ടൂ. ആ ബ്രോക്കർ ആരാണെന്ന് ഹമീദിന് മാത്രമേ അറിയൂ. പുഷ്പയോട് ആ ബ്രോക്കറിന്റെ പേര് ഇതുവരെ ഹമീദ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷിക്കാവത്ത് ഒരു കളി കളിക്കുന്നു. ഹമീദ് ആ ബ്രോക്കറിന്റെ പേര് പറയുന്നതിന് മുൻപ് തന്നെ അയാളെയും കൊന്നുകളയുന്നു. ഇനിയിപ്പോൾ ബ്രോക്കർ ആരെന്നറിയാതെ പുഷ്പയ്ക്ക് കാശും കിട്ടാൻ പോകുന്നില്ല. അവൻ ഈ മന്ത്രിസഭയൊന്നും തന്നെ മാറ്റാനും പോകുന്നില്ല. അതേസമയം സിദ്ധപ്പ പുഷ്പയെ വിളിച്ച് പറയുന്നുണ്ട് തനിക്ക് മന്ത്രിയാകണമെങ്കിൽ ഈ അവസരത്തിൽ തന്നെ പറ്റൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാശ് റെഡിയാക്കാൻ താൻ റെഡിയായിക്കോ, കാശ് അതിന്റെ വഴിക്ക് എത്തുമെന്ന് പുഷ്പ പറയുന്നു. ഹമീദ് മരിച്ചതുകൊണ്ട് ബ്രോക്കറിനെ കണ്ടെത്താൻ പറ്റാത്ത കാരണം പുഷ്പ ഡയറക്റ്റ് ആയിട്ട് ജപ്പാനിലേക്ക് എത്തുകയാണ്. അതാണ് നമ്മുടെ മൂവിയിൽ തുടക്കത്തിൽ കാണിച്ച സീൻ. കടലിൽ വീണ പുഷ്പയാകട്ടെ മുകളിലേക്ക് വരുമ്പോ ആ നോട്ടിന്റെ പാതി കാണിക്കുന്നു. ഇത് കണ്ടപ്പോൾ ആ ഡോണിന് മനസ്സിലായി തങ്ങൾ ഡീൽ ചെയ്തിരിക്കുന്നത് പുഷ്പയുമായിട്ടാണെന്ന്. അതുകൊണ്ട് തന്നെ അയാൾ പുഷ്പയെ സ്വീകരിക്കുകയും ആ ഡീലിനെ കുറിച്ചെല്ലാം സംസാരിക്കുകയും അതിന്റെ കാശ് കൊടുക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഭാവിയിൽ ഇനി ഒരിക്കലും ബ്രോക്കേഴ്സിന്റെ സഹായമില്ലാതെ ഡീൽ നടത്തുന്നതിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ലോഡ് കൊടുത്തതിന്റെ കാശുമായിട്ട് പുഷ്പ നാട്ടിലേക്ക് തിരിച്ചെത്തി. ആ ആക്സിഡന്റിൽ ജഗന്നാഥൻ മരിച്ചതിനെ തുടർന്ന് ജഗന്നാഥന്റെ ഫാമിലിയെ പോയി പുഷ്പ കാണുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നിന്റെ ചേട്ടന്റെ മരണത്തിന് താനാണ് ഉത്തരവാദിയെന്ന് ജഗന്നാഥന്റെ അനിയൻ ലോകനാഥനോട് പുഷ്പ പറയുന്നു. ഓൾറെഡി തന്നെ പുഷ്പയോട് ഒരുപാട് ദേഷ്യമുള്ള ലോകനാഥനാകട്ടെ പുഷ്പയെ എങ്ങനെയെങ്കിലും കൊല്ലാനാണ് ആഗ്രഹിച്ചിരുന്നത്. ഒരു സൈഡിൽ കുറെ കാശും മറ്റേ സൈഡിൽ ഒരു തോക്കും വെച്ചിട്ട് നിനക്കൊരു അവസരം ഞാൻ തരാമെന്ന് പുഷ്പ പറഞ്ഞെങ്കിലും അയാൾ കാശ് സ്വീകരിക്കാതെ പുഷ്പയെ കൊല്ലാൻ വേണ്ടി ആ തോക്കാണ് എടുത്തത്. എന്നെങ്കിലും നിന്റെ മനസ്സ് മാറുമെങ്കിൽ നീ എന്റെ അടുത്തേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ടാണ് പുഷ്പ അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ ചരക്കുകൾ കടത്തിയതിന്റെ പകരമായിട്ട് കിട്ടിയ പണമെല്ലാം തന്നെ സോഫയ്ക്ക് ഉള്ളിലാക്കി കൊടുക്കേണ്ട പൊളിറ്റീഷ്യന്മാർക്കെല്ലാം തന്നെ പുഷ്പ കൊടുക്കുന്നു. അതോടുകൂടി നിലവിലുള്ള മന്ത്രിസഭ താഴെ വീഴുകയും പുതിയ സിഎം ആയിട്ട് സിദ്ധപ്പ ചാർജ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. പുഷ്പ നേരത്തെ പറഞ്ഞ വാക്കുപ്രകാരം തന്നെ 24-ാം തീയതി സിദ്ധപ്പ മന്ത്രിയായ
സ്ഥാനമേറ്റ് അവരുടെ വീട്ടിലേക്ക് വിരുന്നിന് വരികയും പുഷ്പയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും ആ സമയത്താണ് ശ്രീവല്ലി പോലും മനസ്സിലാക്കുന്നത് താൻ പറഞ്ഞ ഒറ്റ വാക്കിന്റെ പേരിലാണ് പുഷ്പ CM-നെ തന്നെ മാറ്റിക്കളഞ്ഞതെന്ന്. അതേസമയം ഇവിടെ ഷിക്കാവത്ത് ഒരു പ്ലാനിങ്ങിലായിരുന്നു. അയാൾ പിടിച്ചെടുത്ത ചരക്കുകളെല്ലാം തന്നെ ചന്ദനമല്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജോലി പോകും. ചന്ദനവും സാന്ദ്രയും കത്തിച്ചു കഴിഞ്ഞാൽ രണ്ടും ചാരമാണ്. അതുകൊണ്ട് തന്നെ അയാൾ അതിനെല്ലാം തീ കൊളുത്താൻ തീരുമാനിക്കുന്നു. ചരക്കുകൾ കത്തുന്നതിന്റെ കൂടെ നമ്മളും കത്തട്ടെ എന്ന് പറഞ്ഞിട്ട് ഷിക്കാവത്ത് തന്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരനെ വിളിക്കുന്നു. എന്നാൽ അയാൾക്ക് പ്രാന്തായി എന്ന് വിചാരിച്ചിട്ട് ആ പോലീസുകാരൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. ആ ചരക്കുകൾ കത്തുന്നതിന്റെ നടുക്ക് നിൽക്കുന്ന ഷിക്കാവത്തിനെ കാണിച്ചുകൊണ്ടാണ് ആ ഒരു സീൻ അവിടെ നിന്നും കട്ടാകുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. അതിനിടെ ഒരു ദിവസമാകട്ടെ പുഷ്പയുടെ വീട്ടിലേക്ക് പുഷ്പയുടെ സഹോദരന്റെ ഭാര്യ വന്നിട്ട് പറയുന്നുണ്ട് അവരുടെ മകൾ കാവേരി ആരോ തട്ടിക്കൊണ്ടുപോയി എന്ന്. അന്ന് അമ്പലത്തിൽ വെച്ച് പ്രശ്നമുണ്ടാക്കിയ അതേ ബഗ്ഗാറെഡ്ഡിയുടെ ആൾക്കാർ തന്നെയായിരുന്നു അത്. 2 കോടി കൊടുത്തെങ്കിൽ മാത്രമേ അവർ മകളെ വിട്ടുതരുമെന്നാണ് പറയുന്നത്. കാശ് കൊടുത്താൽ പോലും മകളെ വിടുമെന്ന് ഉറപ്പൊന്നും തന്നെയില്ല. അതുകൊണ്ടാണ് അവരിപ്പോൾ പുഷ്പയുടെ അടുത്ത് വന്നിരിക്കുന്നത്. കാവേരി അവർ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് പുഷ്പയ്ക്കുൾപ്പെടെ ആർക്കും തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നഗരത്തിന്റെ പല ഭാഗത്തേക്കും പുഷ്പ ആൾക്കാരെ അയക്കുന്നു. പുഷ്പയാകട്ടെ ഒരു ന്യൂസ് ചാനലിൽ പോയിട്ട് ടിവിയിലൂടെ ലൈവായിട്ട് സംസാരിക്കുന്നു. 1 മണിക്കൂറിനുള്ളിൽ കാവേരി തിരിച്ച് പഴയതുപോലെ വീട്ടിലേക്ക് എത്തിയില്ലെങ്കിൽ പുഷ്പ ആരാണെന്ന് നിങ്ങളൊക്കെ അറിയും. അവൾക്കൊരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല. ആ ഒരു നാട് മുഴുവനും പുഷ്പ നിശ്ചലമാക്കിയിരിക്കുകയാണ്. സംഭവം അറിഞ്ഞിട്ട് മിനിസ്റ്റർ വീരപ്രതാപ റെഡ്ഡി ആകട്ടെ സിദ്ധപ്പയെ വിളിക്കുന്നുണ്ട്. കാവേരി തട്ടിക്കൊണ്ടുപോയത് തന്റെ സഹോദരന്റെ മകൻ ബുഗ്ഗാറെഡ്ഡിയാണെന്നാണ് അയാൾ പറയുന്നത്. തന്റെയും തന്റെ അനിയന്റെ എല്ലാം തന്നെ സ്വത്തിന്റെ ഏക അവകാശി. അവനൊരു പോറൽ പോലും ഏൽക്കരുതെന്ന് അയാൾ പറയുന്നുണ്ട്. ഇത് കേട്ട് സിദ്ധപ്പ അപ്പ് തന്നെ പുഷ്പയെ വിളിക്കുന്നു. കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു. നീ പ്രശ്നത്തിൽ ഇടപെടണ്ട എന്നും മോഹൻ നിന്നെ സ്വന്തം അനിയനായിട്ട് കണ്ടിട്ടില്ലല്ലോ എന്നുമാണ് സിദ്ധപ്പ പറയുന്നത്. പിന്നെന്തിനാ വെറുതെ അയാളുടെ മകളെയൊക്കെ രക്ഷിക്കാൻ നീ ബുഗ്ഗാറെഡ്ഡിയുമായിട്ട് പ്രശ്നത്തിന് പോകുന്നത്? എന്നാൽ പുഷ്പ തിരിച്ചു പറയുന്നു ഏത് സെൻട്രൽ മിനിസ്റ്ററുടെ അനന്തരവനാണെങ്കിലും എനിക്കൊരു പുല്ലുമില്ലെന്ന്. കാവേരിയുടെ ദേഹത്ത് ഒരു പോറൽ പോലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ അപ്പൊ തന്നെ കൊന്നുകളയും. അതേസമയം പുഷ്പ സംസാരിക്കുന്നത് ടിവിയിൽ കണ്ട ആ ബഗ്ഗാറെഡ്ഡിയും കൂട്ടരും ആകട്ടെ പുഷ്പയെ അപ്പൊ തന്നെ വിളിക്കുന്നു. പുഷ്പയുടെ വീട്ടിലെ കുട്ടിയാണിതെന്ന് താൻ അറിഞ്ഞില്ല എന്നും കാശ് തന്നിട്ട് കൂട്ടിക്കൊണ്ടു പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അവരുള്ള സ്ഥലവും പറഞ്ഞു കൊടുക്കുന്നു. പുഷ്പ അപ്പൊ തന്നെ ഹെലികോപ്റ്ററിൽ ആ സ്ഥലത്തേക്ക് എത്തി. എന്നാൽ ബഗ്ഗാറെഡ്ഡിയും കൂട്ടരും പുഷ്പയെ വളയുന്നു. പുഷ്പയുടെ പകരം വീട്ടാനുള്ള പ്ലാനിംഗ് ആയിരുന്നു അതെല്ലാം തന്നെ. കാവേരി ഉപദ്രവിക്കുമെന്നും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പുഷ്പയെ അവർ കൈയും കാലും കെട്ടിയിട്ട് അടിക്കാൻ തുടങ്ങി. എന്നിട്ട് അവളെ ഒരു പോറലും ഏൽപ്പിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പുഷ്പയുടെ മുന്നിൽ വെച്ച് തന്നെ അവളുടെ വസ്ത്രങ്ങൾ അഴിക്കുമെന്ന് പറയുന്നു. പിന്നീട് അവിടെ നടക്കുന്നത് പുഷ്പയുടെ താണ്ഡവം തന്നെയാണ്. കയ്യിൽ കിട്ടിയ എല്ലാവരെയും തന്നെ പുഷ്പ നല്ല പോലെ പെരുമാറി. ബഗ്ഗാറെഡ്ഡിയെ കൊല്ലുക എന്തായിരുന്നു പുഷ്പയുടെ ലക്ഷ്യം. പക്ഷേ പുഷ്പ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് സിൻഡിക്കേറ്റിനെ ഉൾപ്പെടെ എല്ലാത്തിനെയും തന്നെ ബാധിക്കുമെന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അറിയാം. പുഷ്പയുടെ ആൾക്കാരെല്ലാം തന്നെ പുഷ്പയെ തടയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അതൊന്നും കേൾക്കാതെ എല്ലാവരും എതിർത്തുകൊണ്ട് പുഷ്പ ബഗ്ഗാറെഡ്ഡിയെ കൊല്ലുന്നു. ഈ സംഭവം അറിഞ്ഞ് സിദ്ധപ്പയും ആ മിനിസ്റ്ററും എല്ലാം തന്നെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ബഗ്ഗാറെഡ്ഡിയെ മാത്രമല്ല അയാളെ രക്ഷിക്കാൻ അവിടേക്ക് വന്ന ബഗ്ഗാറെഡ്ഡിയുടെ അച്ഛനെയും പുഷ്പ കൊന്നിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഇവർ രണ്ടുപേരുടെയും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വീരപ്രതാപ റെഡ്ഡിയാണ്. ഇവിടെ കാവേരിയെ രക്ഷിച്ച പുഷ്പയെ കാണാൻ വേണ്ടിയിട്ട് മോഹൻ വരുന്നുണ്ട്. തന്റെ മകളുടെ കല്യാണം തീരുമാനിച്ചുവെന്നും ആദ്യത്തെ കത്ത് ഞാൻ ഇവിടെയാണ് തരുന്നതെന്നും അയാൾ പറയുന്നു. ഈ നിമിഷം മുതൽ പുഷ്പയും ഫാമിലിയും അയാൾ തന്റെ കുടുംബമായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ്. ശ്രീവല്ലി ഉൾപ്പെടെ എല്ലാവരും തന്നെ ആകെ സന്തോഷത്തിലായിരുന്നു. എന്നാൽ പുഷ്പയെ പോയി അവർ വിളിച്ചെങ്കിലും പുഷ്പ താഴോട്ട് വരാൻ കൂട്ടാക്കിയില്ല. താൻ ചെയ്ത എല്ലാ തെറ്റിനും അയാൾ ആ കുടുംബത്തോട് മാപ്പ് പറയുന്നുണ്ട്. കല്യാണത്തിന് എന്തായാലും വരണമെന്നും പുഷ്പ വരാതെ ഈ കല്യാണം നടക്കില്ല എന്നുമാണ് അയാൾ പറയുന്നത്. അയാൾ പോയി കഴിയുമ്പോൾ ശ്രീവല്ലിയാകട്ടെ ആ ലെറ്റർ കൊണ്ടുപോയി പുഷ്പയെ കാണിക്കുന്നു. അതിൽ പുഷ്പയുടെ പേരുൾപ്പെടെ എല്ലാവരുടെയും പേരുണ്ടായിരുന്നു. അങ്ങനെ പുഷ്പയ്ക്കും കുടുംബ പേര് ലഭിച്ചിരിക്കുന്നു. അതിനുശേഷം ഒരുപാട് സന്തോഷത്തോടു കൂടി എല്ലാവരും ചേർന്നിട്ട് കാവേരിയുടെ വിവാഹത്തിന് പോവുകയാണ്. ഒരിടത്ത് വിവാഹ ചടങ്ങുകള്, മറ്റൊരിടത്ത് സംസ്കാര ചടങ്ങുകള്. ബഗ്ഗാറെഡ്ഡിയുടെ അച്ഛന്റെ സംസ്കാര ചടങ്ങുകൾക്കിടയിൽ വീരപ്രതാപ റെഡ്ഡി തന്റെ കൂടെയുള്ള ആൾക്കാരോട് ചോദിക്കുന്നുണ്ട് എല്ലാവരും വന്നു, പ്രധാന ആളെവിടെയെന്ന്. എത്താറാകുന്നു എന്ന് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറയുന്നു. കുറച്ചു കഴിയുമ്പോൾ അവിടേക്ക് പൂക്കളുമായിട്ട് ആരോ വരുന്നു. അയാളുടെ മുഖം നമ്മളെ കാണിക്കുന്നില്ല. എന്നാൽ ആ ബൊക്കയുടെ നടുക്കായിട്ട് ബോംബ് പോലെ എന്തോ ഒന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് കാവേരിയുടെ മാരേജ് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ്. മണ്ഡപത്തിന്റെ സൈഡിലായിട്ട് അതേ പൂക്കളുള്ള ബൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ദൂരെ നിന്ന് കയ്യിലെല്ലാം പൊള്ളലേറ്റ ആരോ ഒരാൾ സ്വിച്ചിൽ പ്രസ് ചെയ്യുന്നതും അവിടെ ബോംബ് പൊട്ടിത്തെറിക്കുന്നതുമാണ് കാണിക്കുന്നത്. അവിടെയാണ് പുഷ്പ 2 എന്ന് പറയുന്ന ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ബാക്കി കഥ നമുക്ക് പുഷ്പ 3 എന്ന് പറയുന്ന മൂവി വരുമ്പോൾ കാണാം. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.